സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷൻ ഹൗസ് ഓഫ് ദ ഡ്രാഗൺ പേരിലുള്ള ഹീറ്റ് പതിയെ അങ്ങ് സീരീസിലോട്ടും കടന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ രാവിലെ തൊട്ട് കണ്ണെന്നിട്ട് സീരീസ് കാണാൻ വേണ്ടി കാത്തിരുന്നിട്ട് ഇതുവരെ മര്യാദയ്ക്കൊരു ബാറ്റിൽ സീക്വൻസോ ഡ്രാഗൺ സീക്വൻസോ കാണാൻ സാധിച്ചില്ല എന്നുള്ളൊരു അഭിപ്രായവും പരക്കെ ഉണ്ട്. എന്തർത്ഥത്തിലാണ് ഇവന്മാരിങ്ങനെ പറയുന്നത് മനസ്സിലാവുന്നില്ല. ചുമ്മാ ഒരു ബാറ്റിൽ സീക്വൻസോ ഡ്രാഗൺ സീക്വൻസോ ഇങ്ങനെ ചുമ്മാ കാണിക്കുന്നതിന് പകരം അതിനെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് ആ സീരിയലിലേക്ക് എത്തുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി. സോ കറക്റ്റ് ട്രാക്കിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ സീരീസ് പൊക്കോണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു വേറെ ലെവൽ ഐക്കോണിക് ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയായിരിക്കും നമുക്ക് ഇവിടെ കിട്ടാൻ പോകും. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വേറെ ഒന്നുമല്ല, ഇതുവരെ ഇറങ്ങിയ 2 എപ്പിസോഡുകളിലൂടെ അതിലെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവച്ചിട്ടുള്ള ഒരു അവസ്ഥ എന്താണെന്നും ഇനി എങ്ങനെയായിരിക്കും അവർ ഇതിനെപ്പറ്റി അല്ലെങ്കിൽ അവരിപ്പോൾ എത്തിയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ അവരെങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ മൈൽഡ് ആയിട്ടുള്ള കുറച്ച് സ്പോയിലേഴ്സും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 2 എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട്. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഈ 2 എപ്പിസോഡുകൾക്കുള്ളിൽ തന്നെ ഒരുപാട് സംഭവ വികാസങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്നോണം ഇതിലെ ക്യാരക്ടേഴ്സ് എല്ലാം നല്ല രീതിക്ക് ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, എല്ലാവർക്കും നല്ല കട്ടയ്ക്ക് ആക്ടിങ്ങിന് സ്കോപ്പ് കൊടുക്കുന്ന ഒരു രീതിയിലാണ് സീരീസ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം വരുന്നു എന്ന് പറയുന്നതല്ലാതെ ആരും വാളെടുത്തിട്ട് വീശുന്നത് പോലും കാണുന്നില്ലല്ലോ എന്ന് പറയുന്നവരോടായിട്ട് ഇപ്പോൾ ഈ സീരീസിലെ എല്ലാ ക്യാരക്ടറിനെയും ഒന്ന് എടുത്തു വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സ്ഥലകാല ബോധമുള്ള ക്യാരക്ടേഴ്സ് വളരെയധികം കുറവാണിപ്പോൾ. അതിനെല്ലാവർക്കും അതിൻ്റെതായ പെർഫെക്റ്റ് ആയിട്ടുള്ള റീസണും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഹൗസ് ഓഫ് ദ ഡ്രാഗണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തന്നെ 2ാമത്തെ എപ്പിസോഡിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻസിന്റെ സൈഡ് ആകെ മൊത്തം ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് പോയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരകത്തുമ്പോൾ വാഴ വെട്ടുന്ന മൈൻഡ് സെറ്റ് ആണെങ്കിൽ കൂടി അത്യാവശ്യം സാഹചര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് ഇങ്ങനെ റിവെഞ്ച് എന്ന് പറഞ്ഞ് മാത്രം നടക്കാതെ പൊളിറ്റിക്കലായിട്ടും കാര്യങ്ങൾ നീക്കുന്ന ഒരു കാര്യഗൗരവമുള്ള ഒരു മോഡിൽ പോയിക്കൊണ്ടിരുന്നത് ഇതുവരെ നമ്മുടെ ഓട്ടോ ഹൈറ്റോറോ മാത്രമായിരുന്നു. എന്നാൽ കിങ്ങിന്റെ ഹാൻഡ് എന്നുള്ളൊരു പദവിയിൽ നമ്മുടെ ഓട്ടോനെ തൂക്കിയിട്ട് നൈസായിട്ട് ക്രിസ്റ്റ്യൻ കോളിന് ആ ഒരു പദവി കൊടുത്തതിലൂടെ ബേഷായിട്ടുണ്ട്. ആദ്യത്തെ പ്രേമം എല്ലാ ആമ്പിള്ളേർക്കും സ്പെഷ്യൽ ആയിരിക്കും എന്ന് പറയുന്ന പോലെ ആദ്യത്തെ തേപ്പും എല്ലാവർക്കും സ്പെഷ്യൽ ആയിരിക്കും എന്ന് പറയുന്ന കൂട്ടാണ് നമ്മുടെ ക്രിസ്റ്റ്യൻ കോളിന്റെ ഒരു അവസ്ഥ. നമ്മുടെ റെനേറിയക്കിട്ട് എവിടെയൊക്കെ പണിയാൻ പറ്റുമോ അവിടെയൊക്കെ കയറി പണിയണം എന്നുള്ളതും പിന്നെ ആലിസിന്റെ കൂടെ അടിച്ചങ്ങ് കയറി വരണം എന്നുള്ള ഒരേ മൈൻഡ് സെറ്റ് മാത്രമായിട്ടാണ് മച്ചാൻ നടക്കുന്നത്. കൂടെ ഇപ്പൊ കിങ് ആയിട്ട് നമ്മുടെ ഏകണം നല്ല ഫസ്റ്റ് കോംബോ തന്നെ പറയേണ്ടി വരും. തുടക്കത്തിൽ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് നടക്കണമെന്നുള്ള ഒരു നൈസ് മനുഷ്യനായിട്ടാണ് നമ്മുടെ ഏകണ പോർട്രേ ചെയ്തിരുന്നത് എങ്കിൽ കൂടി ഇപ്പൊ സ്വന്തം മകൻ മരിച്ച ഈ ഒരു അവസ്ഥയിൽ ആകെ കൈവിട്ട കളിയാണ് മച്ചാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അടിക്കാൻ തോന്നി അപ്പൊ അടിക്കണം, കൊല്ലാൻ തോന്നി അപ്പൊ കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുന്ന 2 പേരാണ് ഇപ്പോൾ ഒരുമിച്ചിരിക്കുന്നത്. സോ ഇവർ 2 പേരും ഒരുമിക്കുമ്പോൾ വരും വരായകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭാവിയിൽ വല്ല പ്രശ്നം ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്ത 2 പേര് ഒന്നിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും നമുക്കറിയാലോ. ആ ഒരു കയോട്ടിക് സിറ്റുവേഷൻ തന്നെയായിരിക്കും വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ കാണാൻ പോകുന്നത്. അവിടെ നിന്ന് അങ്ങനെ ആലിസിന്റെ കാര്യം എടുക്കാൻ നോക്കുകയാണെങ്കിൽ അതിലും കഷ്ടമാണ്. തുടക്കത്തിൽ കുറച്ചൊക്കെ ഒന്ന് സമാധാനപരമായിട്ട് കാര്യങ്ങൾ നീക്കാം, വലിയ യുദ്ധവും പരിപാടികളൊന്നും വേണ്ട, റെനേറിയ ഒന്നില്ലെങ്കിൽ തന്നെ കളിക്കൂട്ടുകാരി അല്ലേ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലൊക്കെ പോയിരുന്നെങ്കിൽ കൂടി ഇപ്പൊ പുള്ളിക്കാരുടെയും കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണ്. ആകെ തകർന്ന് കൈവിട്ടിരിക്കുന്ന തന്റെ മകന്റെ അടുത്ത് പോയിട്ട് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ നൈസായിട്ട് അവിടെ നിന്ന് പോയിട്ട് ക്രിസ്റ്റ്യൻ കോളിന്റെ കൂടെ അന്താക്ഷരി കളിക്കാൻ പോയി ആ മൈൻഡ് സെറ്റ് നമ്മൾ ആരും കാണാതെ പോകരുത്. അത്രയും ഒരു ഡാർക്ക് അവസ്ഥയിലോട്ടാണ് പുള്ളിക്കാരി എത്തിപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ പരിപാടിക്കെല്ലാം തുടക്കമിട്ട നമ്മുടെ ഈമണ്ടിന്റെ കാര്യമാണെങ്കിൽ അതിലും കഷ്ടമാണ്. പുള്ളി എത്രയൊക്കെ ഒരു കഠിന ഹൃദയം എന്നൊക്കെ പറഞ്ഞാലും ഉള്ളിയുടെ ഉള്ളിലും കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. താൻ കാരണമാണല്ലോ ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളൊരു ചെറിയ വിഷമം പുള്ളിക്കും ഉണ്ട്. ഒരു ബ്രോത്തൽ ഇരുന്നുകൊണ്ട് താൻ ഒരിക്കലും നമ്മുടെ ലുസേറീസിനെ കൊല്ലാനായിട്ട് വിചാരിച്ചതെന്നല്ല, ഒരു നിമിഷം തന്റെ കയ്യിൽ നിന്ന് പോയതാണെന്നൊക്കെ പറയുന്നതിലൂടെ ഇതൊരിക്കലും ആൾ ഉദ്ദേശിച്ച് ചെയ്ത കാര്യമല്ല എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് അവിടെ പോർട്രേ ആവുന്നുണ്ട്. പൂർണ്ണമായിട്ടും പുള്ളിയെ ഒരു നെഗറ്റീവ് സൈഡിലോട്ട് വിടാതെ പുള്ളിക്കും ഒരു കൃത്യമായിട്ടുള്ള ഒരു റീസണിങ്ങും പരിപാടി കൊടുത്തത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഇതിൽ ആരെ ചൂസ് ചെയ്യണം, ഗ്രീൻസിനോ ബ്ലാക്കിനോ ചൂസ് ചെയ്യണോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് അതൊരു നല്ലൊരു പരിപാടിയാണ്. സോ അസ് ഐ സെറ്റ് ഗ്രീൻസിന്റെ സൈഡ് ആകെ മൊത്തം തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ്. അവന്മാരിനി എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, എവിടെ ചെയ്യുമെന്നൊന്നും യാതൊരുവിധ പിടിയില്ല. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന എപ്പിസോഡുകൾ മൊത്തം ഒരു കയോട്ടിക് ആയിട്ട് മാറുവാൻ ഈ ഗ്രീൻസിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന സംഭാവനകൾ വളരെ വലുതായിരിക്കും. അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്കിന്റെ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ റെനേറിയയുടെ അവസ്ഥ കുറച്ചധികം കൺഫ്യൂസിംഗ് ആണ്. ഭയങ്കരധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ റെനേറിയ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മകൻ മരിച്ചു എന്നൊരു റിയാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മുടെ റെനേറിയ തുടക്കത്തിൽ വരുന്ന ആ സീക്വൻസുകളൊക്കെ വേറെ ലെവലിലായിരുന്നു പുള്ളിക്കാരി ഇത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ആക്ടിങ്ങിന് നല്ല രീതിയിൽ സ്കോപ്പ് കിട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറോ ആയിരുന്നു റെനേറിയയുടെ. ഇറങ്ങിയിട്ടുള്ള 2 എപ്പിസോഡുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, റെനേറിയയുടെ കണ്ണുകളെ നല്ല രീതിക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഷോട്ടുകൾ ഉണ്ടായിരുന്നു. ജസ്റ്റ് ആ കണ്ണുകളെ നോക്കിയാൽ തന്നെ പുള്ളിക്കാരി എന്താണ് ചിന്തിക്കുന്നത്, എത്രയധികം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പുള്ളിക്കാരി ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് വായിച്ചെടുക്കാനായിട്ട് പറ്റും. മകൻ മരിച്ചതിൻ്റെ ഒരു വിഷമം ഒരു സ്ഥലത്തിരിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് താൻ പോലും അറിയാതെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ട് മറ്റൊരു പ്ലോട്ട് തന്നെ അരങ്ങേറുന്നു എന്നറിയുന്ന അതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളൊരു അവസ്ഥ മറ്റൊരു സൈഡിൽ. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഭയങ്കരധികം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള അവസ്ഥയിലൂടെയാണ് പുള്ളിക്കാരി പോയിക്കൊണ്ടിരിക്കുന്നത്. സീസണിന്റെ തുടക്കത്തിൽ തന്റെ മകനായ ലുസേറിസിന്റെയും അവന്റെ ഡ്രാഗന്റെയും റിമൈനിങ്സ് ഒരു ബീച്ചിൽ നിന്ന് കിട്ടുന്ന ഒരു സീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തന്റെ മകൻ മരിച്ചു എന്നുള്ള ഒരു റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പുള്ളിക്കാരി തന്റെ കൗൺസിലിലോട്ട് നടന്നു വരുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് പുള്ളിക്കാരി വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും അങ്ങ് നീങ്ങി കൊടുക്കും. കാരണം ആർക്കും അറിയത്തില്ല എങ്ങനെ സമാധാനിപ്പിക്കും ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുള്ളിക്കാരി എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. സോ ആ ഒരു സീനൊക്കെ പുള്ളിക്കാരി ജസ്റ്റ് അങ്ങ് നെയിൽ ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ വന്നു നിന്നുകൊണ്ട് പുള്ളിക്കാരി പറഞ്ഞത് ഒരൊറ്റ
ഡയലോഗാണ് എനിക്ക് എയ്മണ്ടിനെ വേണം, അതായത് തൻ്റെ മകനെ കൊന്ന എയ്മണ്ടിനെ വേണം, ന്യായമായ ആവശ്യമാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഒരു സൺ ഫോർ സൺ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് പുള്ളിക്കാരി പറഞ്ഞതാണ്. അതും കേട്ടിട്ടാണ് നമ്മുടെ ഡെയ്മണ്ട് ബ്ലഡ് ആൻഡ് ചീസിനെ വിട്ടിട്ട് എയ്മണ്ടിന്റെ തല എടുത്തുകൊണ്ട് വരുവാനായിട്ട് പറഞ്ഞു വിട്ടത്. എന്നാൽ എയ്മണ്ടിന്റെ പകരം അവന്മാർ ചെയ്തു വെച്ച കൊസ്രാക്കുള്ളിത്തരം നമ്മൾ എന്തൊക്കെയാണെന്ന് കണ്ടതാണ്. സോ അതിന്റെ ഒരു പഴിയും കൂടി നമ്മുടെ ഡെയ്മണ്ടാണ് കേൾക്കേണ്ടി വരുന്നത്. അതിന്റെ ഒരു വിഷമത്തിലാണ് പുള്ളിക്കാരൻ തന്റെ ഡ്രാഗണായ കറാക്സിനെ എടുത്ത് അങ്ങോട്ട് പോകുന്നത്. ഇനി എത്ര എണ്ണം പുകഞ്ഞ് തീരും എന്നുള്ളത് കണ്ടറിയാം. സോ വാർ എന്ന് പറഞ്ഞൊരു സംഭവം ഇനോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണെന്നുള്ള കാര്യം രണ്ട് സൈഡുകാരും അംഗീകരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് ഇപ്പോൾ സീരീസ് എത്തിക്കഴിഞ്ഞു. നല്ല രീതിക്ക് ക്യാരക്ടേഴ്സിനെ ആ ഒരു പ്ലോട്ടിലേക്ക് ഇൻവോൾവ് ചെയ്തിട്ട് ഓരോ ആക്ടേഴ്സിന്റെ ആ ആക്ടിംഗ് പൊട്ടൻഷ്യൽ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സീരീസ് മുമ്പോട്ട് പോകുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിലൊക്കെ നല്ല രീതിക്കുള്ള വാറുകൾ വരുമ്പോഴും അതിൽ ഈ ക്യാരക്ടേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് ഒക്കെ കാണുമ്പോൾ നല്ല രീതിക്ക് ഗൂസ്ബംസ് അടിക്കാൻ സാധ്യതയുണ്ട്. ത്രില്ലടിപ്പിച്ച് കാണുവാനായിട്ട് വാർ സീക്വൻസുകൾ തന്നെ വേണമെന്നില്ലെന്നുള്ള കാര്യം തെളിയിക്കുന്ന രീതിയിലായിരുന്നു ഈ രണ്ട് എപ്പിസോഡുകൾ ഉണ്ടായിരുന്നത്. ആദ്യത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ ഏഗണ്ട കുഞ്ഞിനെ കൊല്ലുന്ന ഒരു സീക്വൻസ് ആയാലും, രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മുടെ എറിക്കിന്റെയും ആ ഒരു ഫൈറ്റ് സീക്വൻസ് ആയാലും നല്ല രീതിക്ക് ടെൻഷൻ അടിച്ച് തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഓരോ എപ്പിസോഡുകൾ കണ്ടു തീരുമ്പോഴും ഇതിങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഇനി അടുത്ത സീസൺ കാണണമെങ്കിൽ ഒരുപാട് കാത്തിരിക്കേണ്ടേ എന്നുള്ളൊരു വിഷമത്തോടെ കണ്ടു തീർത്തിട്ടുള്ള സീരീസുകളിൽ ഒന്ന് തന്നെയാണ് ഈ ഹൗസ് ഓഫ് ദ ഡ്രാഗണും. ഇതിന്റെ ഇപ്പോഴത്തെ ഇറങ്ങുന്ന ഓരോ എപ്പിസോഡുകൾ കാണുമ്പോഴും ആ ഒരു വിഷമം തന്നെ ഉള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത് ഇതുവരെ എല്ലാം കിടുവാണ്. ക്യാരക്ടേഴ്സ് ആയാലും ക്യാരക്ടേഴ്സിനെ കൊണ്ടുവച്ചിരിക്കുന്ന ഓരോ സിറ്റുവേഷൻസ് ആയാലും അവരിനി അതിന് റിയാക്ട് ചെയ്യുന്ന ആ സീനുകളായാലും എല്ലാം കിടിലമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതുപോലെ തന്നെ കിടിലമായിട്ട് ആ സീക്വൻസുകളെല്ലാം എടുക്കാൻ പറ്റട്ടെ തന്നെ വിചാരിക്കാം. സോ സീരീസിന്റെ വരാൻ പോകുന്ന എപ്പിസോഡുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എപ്പിസോഡുകളെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.